ഉണ്ണികൃഷ്ണൻ ഊറ്റിയെ പൊക്കിക്കൊണ്ടുപോയതെന്തിന്? ദേവന്റെ സ്വത്തുക്കൾ, അമ്പലം വിഴുങ്ങുകൾ, അടിപടലം അടിച്ചുകൊണ്ടുപോകും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ദേവസ്വം ബോർഡ് എന്നൊരു പ്രത്യേക ബോർഡ് ഉണ്ടാക്കിയത്. എന്നാൽ കള്ളനെ കാവലേൽപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെയായിപ്പോയി അത്. പോറ്റിമാർ എന്ന് പറഞ്ഞ് നടന്നവന്മാരിൽ ചിലർ പോറ്റികളല്ല, വെറും ഊറ്റികളാണെന്ന് ജനങ്ങൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ശബരിമലയിൽ നടക്കുന്ന തീവെട്ടിക്കൊള്ളകൾ ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല എന്ന് എല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ശ്രീകോവിലിന്റെ വാതിൽപ്പടിയും കട്ടിളയും കതകും മാത്രമല്ല, ദ്വാരപാലക ശില്പങ്ങളിൽ അടക്കമുണ്ടായിരുന്ന തനി തങ്കമടക്കം അടിപടലം കട്ടുകൊണ്ടുപോയി എന്ന് പറയുമ്പോൾ, എൻ്റെ അയ്യപ്പ, നിനക്ക് നിന്നെ തന്നെ കാക്കുവാൻ സാധിക്കുന്നില്ലല്ലോ ഭഗവാനെ എന്ന് വിലപിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ. ശബരിമലയിൽ നടന്ന തീവെട്ടിക്കൊള്ളയ്ക്ക് പിന്നിൽ ഏതെങ്കിലും ഒരു ഊറ്റുന്ന പോറ്റിയോ ഒരു മൂരാരിയോ ജീവനക്കാരോ ദേവസ്വം ഭാരവാഹികളോ മാത്രമല്ല, സംസ്ഥാനം ഭരിക്കുന്ന തീവെട്ടി സർക്കാരും ഉണ്ട് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇത് ഒരു സംഘടിത തീവെട്ടിക്കൊള്ളയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരു ഭയവുമില്ല. ഒറ്റയ്ക്ക് തിന്നുവാനുള്ള ശ്രമം ഉണ്ടാകാതിരുന്നത് കൊണ്ട് എല്ലാവരും സംഘടിതമായി കട്ടയ്ക്ക് നിൽക്കും. അന്വേഷണത്തെ ഇവന്മാർ വഴിമുട്ടിക്കും. അവസാനം മാപ്പുസാക്ഷികളായി ഒരു ഊറ്റിയുടെയും ഏതാനും ജീവനക്കാരുടെയും പേരിൽ ഒരു ചെറിയ കേസ് വരും. അവരെയും അവസാനം ഇവന്മാർ ഊരിക്കൊടുക്കും. അത്ര തന്നെ. എന്നിട്ട് പഴയ പോലൊരു തേഞ്ഞ ന്യായീകരണവും പുറപ്പെടുവിക്കും. ശബരിമല വിഷയത്തിൽ സ്വല്പം ജാഗ്രതക്കുറവുണ്ടായി എന്ന്. 1998 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് ഇപ്പോഴുള്ളവർ ആവശ്യപ്പെടുമ്പോൾ നാം മനസ്സിലാക്കിക്കൊള്ളണം, ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയ കലാപരിപാടിയല്ല. പണ്ട് മുതൽ പരമ്പരാഗതമായി ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അത് തങ്ങളും പറ്റാവുന്നതുപോലെ ഇപ്പോൾ തുടർന്നതേ ഉള്ളൂ. അയ്യപ്പൻ്റെ കടാക്ഷം കുറഞ്ഞതുകൊണ്ടോ കാലക്കേട് കൊണ്ടോ ഇപ്പോൾ സ്വല്പം പിടിക്കപ്പെട്ടു എന്നേ ഉള്ളൂ എന്ന്, അത്രേ ഉള്ളൂ എന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നിട്ട് 1 മാസം പിന്നിടുന്നു. വെറുതെ കാബറക്കി നടന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ സർവാധികാരിയാക്കിയത് ആരാണെന്നും എന്തിനു വേണ്ടിയാണെന്നും അയാൾ മുഖേന ചെയ്ത തട്ടിപ്പുകൾക്ക് കൃത്യമായ തെളിവുകളെല്ലാം ലഭിച്ചു എങ്കിലും ആളെ ഇതുവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് തിടുക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എങ്ങോട്ടോ കൊണ്ടുപോയി. അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് വീട്ടുകാരോടും നാട്ടുകാരോടും പറഞ്ഞിട്ടുമില്ല. പത്തനംതിട്ട AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയതെന്നൊരു സൂചനയുണ്ട്. അല്ല, തിരുവനന്തപുരത്തേക്കോ മറ്റേതോ രഹസ്യ കേന്ദ്രങ്ങളിലേക്കാണ് കൊണ്ടുപോയതെന്നും പറയുന്നുണ്ട്. പ്രത്യേക അന്വേഷക സംഘത്തിലെ 2 ടീമുകൾ ചെന്നൈയിലും ഹൈദരാബാദിലും പരിശോധന തുടരുന്നതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് എന്നത് ശ്രദ്ധേയമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തിനകം റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതായുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഈ ഉണ്ണികൃഷ്ണൻ ഊറ്റിയെ ശ്രദ്ധിച്ചിരുന്നു. അയാൾ വളരെ കൂളാണ്. കാരണം അയാൾക്ക് കൃത്യമായി അറിയാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. സംഭവിച്ചാൽ തന്നെ ഊരിയെടുക്കുമെന്ന്. പലർക്കും വേണ്ടി ഈ ഉണ്ണികൃഷ്ണൻ ഊറ്റി സകല ഉത്തരവാദിത്വവും സ്വയം ഏറ്റെടുക്കും. ഈ കേസ് ഇത്രയും വിവാദമാകുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇടപെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് കൊണ്ട് വിശ്വസനീയമായ ഒരു തിരക്കഥയോടുകൂടിയ ഒരു പരിസമാപ്തി ഈ കേസിന് അത്യാവശ്യമാണ്. ഒരു കണക്കിന് ഇത് സർക്കാരിനും ഒരു ആശ്വാസമാണ്. അവരുടെ നിർദ്ദേശപ്രകാരം കേരള പോലീസ് മാത്രം ഈ കേസ് അന്വേഷിച്ചാൽ, എത്ര സത്യസന്ധമായി ഈ കേസ് അന്വേഷിക്കപ്പെട്ടാലും സർക്കാരിന് ഒടുവിൽ പഴിവുകൾ കേൾക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇവിടെ കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചാലും അവരെല്ലാം കേരള പോലീസിൻ്റെ നിയന്ത്രണത്തിൽ വരുന്നവർ തന്നെയാണ്. കോടതിക്ക് അന്വേഷണം നടത്തണം എന്ന് നിർദ്ദേശിക്കുവാൻ മാത്രമേ സാധിക്കൂ. പിണറായി പോലീസാണ് അന്വേഷണം നടത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടുന്നത്. അന്വേഷണ സംഘം അന്വേഷണം നടത്തി കൊടുക്കുന്ന ആ റിപ്പോർട്ട് വെച്ച് മാത്രമേ കോടതിക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നിരീക്ഷണം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അത് തീരെ കോലക്കേടാകാതെ ഒന്ന് ഒപ്പിച്ചു കൊടുത്താൽ രക്ഷപ്പെടും. അത് മതി. അതുകൊണ്ട് ഈ കേസിൽ ഒരു ഗൂഢാലോചനയും സ്വല്പം കൊള്ളയും തൊണ്ടി മുതലും പേരിന് 2 പ്രതികളും ഉണ്ടെങ്കിൽ ഒരു റിപ്പോർട്ടുണ്ടാക്കാം. അത് കോടതിയിൽ സമർപ്പിക്കുകയും അതോടെ ഈ വിഷയം കെട്ടടങ്ങുകയും ചെയ്യും. തങ്ങൾ അഗ്നിശുദ്ധി വരുത്തിയേ എന്ന് സർക്കാരിനും അവകാശപ്പെടാം. കോൺഗ്രസിനും ഒരു പരിധിയിൽ കൂടുതൽ ഈ വിഷയത്തിൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞ് മറുപടി കൂട്ടുവാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം
നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇന്ന് തെറുക്കപ്പെട്ട് കൊണ്ടുപോകുവാൻ കാരണം പോലീസ് ഇതിനോടകം പ്രാഥമിക അന്വേഷണം നടത്തി തട്ടിപ്പിന്റെ വ്യാപ്തി എത്രയാണ്, ആരൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ്, എത്രയൊക്കെ പ്രൈമറി എവിഡൻസുകളുണ്ട്, ഇദ്ദേഹം ആരൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇയാളെ പൊക്കിയാൽ ആർക്കിട്ടൊക്കെ പണി കിട്ടുവാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ നേതാക്കന്മാർ ഇൻവോൾവ് ആണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുപോലെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുമ്പോൾ ആരുടെയൊക്കെ പേരുകൾ ഇയാൾ വിളിച്ചു പറയും എന്നും അവർ മനസ്സിലാക്കും. അതിനുശേഷം വേണ്ടപ്പെട്ട ഉന്നതരുമായി ബന്ധപ്പെട്ട ശേഷം ഉണ്ണികൃഷ്ണൻ ഊറ്റിക്ക് കൃത്യമായ സ്റ്റഡി ക്ലാസ് കൊടുക്കും. അവർ കൃത്യമായ സ്ക്രിപ്റ്റ് നൽകും. എങ്ങനെ മൊഴി നൽകണം, എന്തൊക്കെ സംഭവിച്ചാലും ആ മൊഴിയിൽ ഉറച്ചു നിൽക്കണം, ബാക്കി തങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യും. അതാണ് ഈ കേസിൽ സംഭവിക്കുവാൻ പോകുന്നത്. ആ തിരക്കഥയനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ കേസുണ്ടാവും, അറസ്റ്റുണ്ടാവും, കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും കോടതിയുടെ നിരീക്ഷണവും ഉണ്ടാവും. അപ്പോഴും ഭഗവാന്റെ മുതൽ തീവട്ടിക്കൊള്ള നടത്തിയവന്മാർ എൻ്റെ അയ്യപ്പ ഒടുവിൽ നീ തന്നെ എന്നെ കാത്തു എന്നും പറഞ്ഞ് ഒരു 10 രൂപ നിക്കറിൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്ത് കാണിക്കയായിടും, പറ്റിയാലൊരു പ്രായശ്ചിത്ത ക്രിയയും ശയനപ്രദക്ഷിണവും ഒക്കെ നടത്തും. അതോടെ ശുഭം. അതായിരിക്കും ഈ കേസിൽ അവസാനം സംഭവിക്കുവാൻ പോകുന്നത്. ആരും ചിരിക്കാതിരിക്കാമെങ്കിൽ ഇന്ന് കണ്ട ഏറ്റവും മികച്ച ഒരു പ്രസ്താവന ഞാൻ പറയാം. ചിരിച്ച് ആരും മരിക്കരുത്. ശബരിമലയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾക്ക് എത്രയും വേഗം അവസാനം വേണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു വാർത്തയും കൂടി ഉണ്ട് കേട്ടോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചു പോലും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സകല സാമ്പത്തിക ഇടപാടുകളും, പണപ്പിരിവ്, കള്ളപ്പണ ഇടപാടുകൾ എന്നിവയെക്കുറിച്ചാവും അത്രേ ED പ്രധാനമായും അന്വേഷിക്കുക. അറിയാമല്ലോ, ED വന്നാൽ ഉറപ്പായും കേസ് തെളിയിക്കുമെന്ന്. നമ്മുടെ നയതന്ത്ര ചാനൽ വഴി ബിരിയാണി ചെമ്പിലും സ്വപ്നയുടെ വലിയ അണ്ടാവിൻ്റെ അറയിലുമൊക്കെ കടത്തിയ സ്വർണം പിടിച്ചത് ആരാ? ഈ ED മാമന്മാരാണ്. കരുവന്നൂർ സഹകരണാഭരണ കേസിലും ഈ ED മാമന്മാരാണ് ടപ്പയെന്ന് തുപ്പുണ്ടാക്കിയത്. അതുപോലെ ശബരിമല കേസിലും തുമ്പ് ഉടനെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.